മാൻ്റെ മലനാട്ടിൻ മക്കളെ, 2 മുട്ടനാടുകൾ ദാണ്ട് ഇവിടെ ഉണ്ട്. 2 മുട്ടനാടുകൾ. ഒരു മുട്ടനാട് ഇത്, രണ്ടാമത്തെ മുട്ടനാട് ഇതാ. സംസാരിച്ചേട്ടെ. മുട്ടനാട് മുട്ടൻ ആട് ആണ്. മുട്ടൻ ആട്. ഞാനൊരു പാവം പിടിച്ച ആടാണ്. ഞാൻ അല്ല, വേറെ ഉണ്ട്. ക്രിസ്ത്യാനിയെ പറഞ്ഞതിൻ്റെ വിട്ടെ എന്തുവാ, ക്രിസ്ത്യാനിക്ക് പറയത്തില്ല എന്തോ എന്തോ ക്രിസ്ത്യാനികൾ പറയുന്നത് എന്തുവാ, ക്രിസ്ത്യാനികൾ പറയത്തില്ല എന്തോ കുഞ്ഞാടുകൾ. സാർ കുഞ്ഞാടായിരുന്നു? അല്ലല്ല, വലിയ ആട്. സാമാന്യം വലിയ സാമാന്യം വലിയ ആടാ സാർ. ആ സാർ കൊലകൊമ്പനാന്ന് പറഞ്ഞാൽ ശരിയാണ്? കൊലകൊമ്പൻ. ഇല്ല, കൊലയൊന്നുമില്ല. കൊലയില്ല? ഇല്ല. ചുമ്മാ കള്ളം പറയാം. കൊലയില്ല. കൊലയുണ്ടെന്നാ പറയുന്നത്? കൊലയില്ല, കൊലയൊക്കെ കുറവാ. കൊലയൊക്കെ പോയോ? ഒരു കാലത്ത് കൊലയൊക്കെ ഉണ്ടായിരുന്നു. കൊല്ലും കൊലയൊക്കെ ഉണ്ടായിരുന്ന വംശത്തിൽപ്പെട്ട ആളാ. ഇപ്പൊ അതൊന്നുമില്ല. സാറിന് കൊലയുണ്ടോ? ഇല്ല, ഇപ്പം വളരെ ശാന്തമായിട്ട് ജീവിക്കാം. എന്നാ എനിക്ക് കൊലയുണ്ട്. കൊല്ലില്ല, കൊലയുണ്ട്. അന്നേരം ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇവിടെ കുട്ടിക്കാലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ആ പ്രകൃതിയുടെ ഒക്കെ നോക്കി നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. സാറേ ഇവിടെ ഞങ്ങൾ ഇവിടെ വസ്തു വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കോമൺ ആയിട്ട് വേണ്ട, ഇവിടെ അങ്ങോട്ട് വേണ്ട കേട്ടോ. ഞങ്ങളൊരു 50 സെൻറ്റ് വസ്തു വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ്. 50 സെൻറ്റ് വസ്തു ഞാനും ബിജോയ് സാറും ജോർജ് സാറും കൂടെ വാങ്ങിക്കുക. എന്നിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് ഇവിടെ വാർദ്ധക്യകാലം ഇവിടെ ഇല്ലേ സാറേ? അത് ചെയ്യാൻ പോവാം. സാറേ, ഈ പ്രകൃതിയെ പറ്റി സാറിൻ്റെ അഭിപ്രായം? പ്രകൃതി രമണീയമാണ്. രമണി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രകൃതിക്കൊരു വാല്യൂ ഇല്ല. സാറിന് ആ പഴയ രമണിയെ പറ്റി എന്താ അഭിപ്രായം? പഴയ രമണി പോയല്ലോ, അവളിപ്പോ എവിടെയൊന്നും പോലും അറിയത്തില്ല. സാറ് രമണിയെ പറ്റി എന്താ അഭിപ്രായം? വളരെ പച്ചയായിട്ടുള്ളൊരു ദേശമാണ് പീരുമേട് ഉൾപ്പെടെയുള്ള ഈ ദേശത്ത്. നമ്മള് വളരെ സന്തോഷകരമായിട്ടൊരു ഈ രമണി, പ്രകൃതിയുടെ രമണി സാറിന് രമണിയെ പരിചയമില്ലയോ? ഇല്ല, ഒരിക്കലും. സാറ് പഴയ പല രമണിമാരുമായിട്ട് ഉത്തുംഗ ശൃംഗത്തിലേക്ക് കരയേറി ഒരിക്കലും കാമലേറികൾ ആറാടിയിട്ടെന്ന് പറയാം. ചില അസൂയാലുക്കൾ പ്രചരിപ്പിക്കുന്ന കിംവദന്തികൾ. എന്നാൽ ഇവരെങ്ങും രമണിമാരുമായിട്ട് ഉത്തുംഗ ശൃംഗത്തിൽ ആറാടി എന്തുവാ കാമകേളികളിൽ ആറാടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പല രമണികളുമായിട്ട് ഇങ്ങനെ ആറാടിയിട്ടുണ്ട്. ഇവരും അങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് നിങ്ങളെ ക്യാമറാമാൻ നാട്ടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയൊക്കെ നല്ല രസകരമായ സ്ഥലമാണ്. സാറും വന്നാട്ടെ. ഇവിടെ എന്താണ്? സൂര്യനെ കാണിച്ച് ഒന്ന് സൂം ചെയ്ത് സൂര്യൻ ഒരു ചെറിയ ഗോളമായി മാത്രം കാണാം. അതാണ് സൂര്യൻ. ഇവിടെ പ്രകാശം തരുന്ന കൺകണ്ട ദൈവമാണ് ആ സൂര്യൻ. കണ്ടോ? ആ കൺകണ്ട ദൈവത്തെ ഒന്നുകൂടെ കാണിച്ചാൽ, കൺകണ്ട ദൈവം, സൂര്യാസ്തമയം കൺകണ്ട ദൈവം, കൺകണ്ട ദൈവം, ചുവന്ന ഇതാണ് കൺകണ്ട ദൈവം. സൂര്യ സൂര്യൻ വിടർന്നു. സൂര്യൻ ചൂട് നല്ല രീതിയിൽ വരുന്നുണ്ട്. സൂര്യന്റെ അങ്ങനെ ഇപ്പൊ സൂര്യൻ നല്ല രീതി സൂര്യഭഗവാൻ. ഓം സൂര്യായ നമഃ. കണ്ടോ സൂര്യൻ? എന്ത് രസം നോക്കിയാ സൂര്യനെ കാണാൻ. സൂര്യൻ അങ്ങോട്ട് സൂം ചെയ്തേ. അടിപൊളി. ഇത്രയും നല്ല സൂര്യനെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുമോ? എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? സൂര്യ വേർ ആർ യു സൂര്യ? അതെ. ഇനിയിപ്പം ഞങ്ങളെ ഇങ്ങോട്ട് എടുത്താട്ടെ. ഈ സൂര്യൻ്റെ അനുഗ്രഹത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മൾ ഈ സൂര്യനെ പറ്റി പറയുന്ന എനർജി പോലും അദ്ദേഹത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് വന്ന എനർജിയാണ്, ഇല്ലയോ സൂര്യനെ പറ്റി പറയുന്നത്?
ഇവിടെ സർവ്വചരങ്ങളും ചലിക്കുന്നത് സൂര്യൻ്റെ ആ പ്രകാശത്തിലാണ്. ഞങ്ങളുടെ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്, അത് സൂര്യൻ്റെയാണ്. ഇവിടെ ഒരു റിസോർട്ടൊക്കെ വന്നിട്ട്, ഇവിടെ റിസോർട്ടില്ല, ഇവിടെ ഒരു വീടൊക്കെ വെച്ച് വാർദ്ധക്യകാലം ഇങ്ങനെ ആനന്ദകരമാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ തീർച്ചയായിട്ടും കുടുംബമായിട്ട് ഭാര്യാസമേതരായി വന്ന് ഇവിടെ അവസാന കാലം പിന്നെ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ എല്ലാം നല്ല രസകരമായ സ്ഥലമാണ്. ആ വന്നാട്ടോ സാറേ, വാ സാറേ. അതിന്റെ അപ്പുറം നല്ല സീനാണ്. ഞാൻ പോയിട്ടുണ്ട്. നല്ല കാറ്റാ. ഇവിടെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഗർത്തം ഒന്ന് കാണിച്ചേ, ഗർത്തം ഒന്ന് കാണിച്ചേ. അവിടെ ഗർത്തം കണ്ടോ, അവിടോട്ട് നിന്ന് ഗർത്തം. കുനിഞ്ചി അങ്ങോട്ട് കാണി. താഴെ എങ്ങാണ്ട് ഒരു വീടുണ്ട് അല്ലയോ, ഉണ്ടോ, ഗർത്തം ഗർത്തം. ഇവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണമെങ്കിൽ. കണ്ടോ, നല്ല രസകരമായ സ്ഥലം ഇല്ലയോ. സ്വിമ്മിംഗ് പൂൾ അവിടുത്തെ എടുത്ത പോലെ അവിടുത്തെ ആ ദൃശ്യങ്ങളൊക്കെ. അങ്ങനെ നല്ലൊരു സായാഹ്നം ഞാനും അഡ്വക്കേറ്റ് ബിജോയും അഡ്വക്കേറ്റ് ജോർജ് കോശിയുമായിട്ട് ഇവിടെ ചെലവഴിച്ചു. വളരെ സന്തോഷകരമായിരുന്നു. അന്നേരം നമുക്ക് ഇനിയും ഇവിടെ ഒരു പിന്നെ സ്ഥലം വാങ്ങിക്കണം. സ്ഥലം വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ കൂട് കൂട്ടും. തീർച്ചയായിട്ടും. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ജീസസ് ക്രൈസ്റ്റ് അനുഗ്രഹിക്കട്ടെ, ഞങ്ങളുടെ അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ, ഞങ്ങളുടെ ഭദ്രകാളി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഒത്തിരി പേരെ പറയാനുണ്ട്. ഭദ്രകാളി, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് ജീസസ് ക്രൈസ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചുരുങ്ങിപ്പോയി. ഞങ്ങൾക്ക് ഒത്തിരി പേരെ വിളിക്കാം. ഞങ്ങൾക്ക് ഏക ദൈവത്തിനെ മാത്രമേ വിളിക്കാം. നിങ്ങളുടെ ഒരു ദൈവത്തിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ നിങ്ങൾ പറയുന്നത്. അത്രയേ ഉള്ളൂ, വേറെ ആർക്കും രക്ഷയില്ലെന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനല്ല. നമ്മുടെ വിശ്വാസം ഒരൊറ്റ ദൈവത്തിൽ കൂടെ മാത്രമേ വിശ്വാസം. ഞങ്ങളുടെ വിശ്വാസം അതെ പറഞ്ഞേ, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അല്ല, അങ്ങനല്ല. മറ്റുള്ളവരുടെ വിശ്വാസം. മറ്റുള്ളവരുടെ വിശ്വാസമല്ല, ഈ യേശുവിൽ കൂടെ മാത്രമേ രക്ഷപ്പെടൂ. ഞങ്ങൾക്ക്, നിങ്ങൾക്കെന്നല്ല, ലോകം മുഴുവൻ അങ്ങനല്ല. ഞങ്ങളുടെ വിശ്വാസം നമ്മുടെ തലമുറ. ക്രിസ്ത്യൻ എന്താ പറയാ, യേശുവിൽ കൂടെ മാത്രമേ ഈ ലോകത്തിൽ രക്ഷയുള്ളൂ. അല്ല, നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. എന്തായാലും അവരുടെ വിശ്വാസം അവർക്കും നമ്മുടെ വിശ്വാസം നമുക്കും. എന്തായാലും വിശാലമായി ചിന്തിക്കാൽ ഇവിടെ വിശാലമായ ദൈവം എന്നല്ല, ഈ പ്രകൃതി തന്നെയാണ്. ഈ പ്രകൃതിയാണ് ദൈവം. സൂര്യനും ചന്ദ്രനും ഇതെല്ലാമാണ് ദൈവം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് അയ്യപ്പനും ഭദ്രകാളിയും യേശു ക്രിസ്തുവും അള്ളാഹുവും എല്ലാം. നന്ദി, നമസ്കാരം.